ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്താ അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വർധനവും അതുപോലെ തന്നെ മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണവും, ഇവ രണ്ടും ആയി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ വഴി ഇനി കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ തുടക്കം നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. കൃഷിയെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. നമുക്ക് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷൻ്റെ വിതരണം, മാർച്ച് മാസത്തെ വിതരണം ഉടനെ തന്നെ ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ്റെ 3200 രൂപ ലഭിക്കുമോ എന്ന് വളരെയധികം ആളുകൾ ചോദിക്കുകയുണ്ടായി. 3200 രൂപ ലഭിക്കില്ല, 1600 രൂപ തന്നെയേ ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അതിൻ്റെ വിതരണം വരുന്ന ദിവസങ്ങളിൽ തന്നെ ഏകദേശം 20-ാം തീയതി കഴിയുന്നതോടുകൂടി തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്ഷേമ പെൻഷൻ നിലവിൽ ഇപ്പോഴത്തെ തുക മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയായിട്ടുള്ള തുക ഏപ്രിൽ മാസത്തിൽ ഒരു ഗഡു തുകയുടെ വിതരണം ഉണ്ടാകുമെന്നും ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായിട്ടല്ലാത്ത സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ക്ഷേമ പെൻഷൻ്റെ വിതരണം നടക്കുമ്പോൾ ഈ തുക വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെയായിരിക്കും കർശനമായിട്ടുള്ള പരിശോധനകൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട്. മാത്രവുമല്ല, വീടാന്തരം കയറിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ ഉണ്ടാകുമെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് പൊതുജനങ്ങളെല്ലാവരും ഈ ഒരു കാര്യമൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇത് കൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ്. ക്ഷേമ പെൻഷൻ വർധനവ് എപ്പോഴാണ്, ഉടനെ ഉണ്ടാകുമോ എന്ന് വളരെയധികം ആളുകളാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചെറിയ സൂചനകളൊക്കെ വന്നിരിക്കുകയാണ്. നമുക്ക് 1800 രൂപയിലേക്ക് ഒറ്റയടിക്ക് തുക എത്തില്ല എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷേ തുക ലഭ്യമാകാൻ പോകുന്നത് 1700 രൂപയാക്കി ആദ്യം വർദ്ധിപ്പിക്കുക. അതിനുശേഷം 1800 രൂപ, ഒരു 100 രൂപ കൂടി ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ നടപടി ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാർത്ത അറിയിപ്പാണ്. കാരണം വളരെയധികം ആളുകളാണ് ഈ ഒരു കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വർധനവ് എപ്പോഴാണ്, ഉടനെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. തുകയുടെ വർധനവ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പുറത്താക്കൽ നടപടി കൂടുതൽ ശക്തമാകും. കാരണം കൂടുതൽ തുക കണ്ടെത്തണം. അതുപോലെ തന്നെ അർഹതയില്ലാത്ത ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർശനമായിട്ടുള്ള പരിശോധനയും മറ്റ് നിയമ നടപടികളും ഒക്കെ ഉണ്ടാകും. തുക പലിശയടക്കം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. മുൻപ് 18% പലിശയൊക്കെ ഉൾപ്പെടുത്തിയാണ് തുക തിരിച്ചു പിടിച്ചത്. അതിലും ഉയർന്ന രീതിയിലുള്ള പലിശ നിരക്കിൽ തുക തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാര്യം